Hello everyone, welcome back to our channel Shuttu and Mamma. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ അറിയോ, ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മേൻ്റെ കല്യാണ സാരി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് നല്ലപോലെ പാച്ച് വർക്ക് ആയതുകൊണ്ട് ഞാനത് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മ പറഞ്ഞു അമ്മേൻ്റെ കയ്യിൽ അമ്മേൻ്റെ കല്യാണ സാരി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഞാൻ ഉടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം, എനിക്കൊന്ന് ഉടുക്കണമെന്ന് തോന്നി സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന സംഭവം അതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണ്. അമ്മേൻ്റെ സാരി ഞാൻ ജസ്റ്റ് ഉടുത്ത് നോക്കുന്നു എന്നുള്ളൂ. എൻ്റെ ഒരു വെയിൽ ഉടുക്കാൻ കാരണം എന്താ വെച്ചാൽ അമ്മേൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്ന ഫോട്ടോ മിസ്സായിപ്പോയി. അപ്പം അമ്മ എങ്ങനെയാണ് ഉടുത്തിരുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെയർ സ്റ്റൈലെന്നോ ഒന്നും എനിക്കറിയില്ല. അമ്മയ്ക്കും അത്ര ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഇതിൽ ബിഗ്ഗസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ 40 ഇയർ ഓൾഡ് ഒരു സാരിയാണ്. 40 വർഷമായി അമ്മയുടെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അത്രയും വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു വെയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അമ്മയുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അമ്മ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ പറയുക മുടി കെട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. പൂവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് മൊത്തമായിട്ടും എൻ്റെ ഒരു വേ ഓഫ് സംഭവമാണ്. ഞാൻ ജസ്റ്റ് അതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. കോളാവോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിൽ മേക്കപ്പ് ആയിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല. നോർമൽ എൻ്റെ ഒരു സ്കിൻ കെയർ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു ആഗ്രഹം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ മുഖത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ കണ്ണാടി പോലും എടുത്തിട്ടില്ല, കാരണം ഇതിനത്ര വലിയ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ സാരി ഒന്ന് ഉടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാവിലെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇങ്ങനെ നമ്മൾ ഉടുക്കുന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു സംഭവം. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താവും ഒന്നും അറിയില്ല. പക്ഷെ ഒരു ആഗ്രഹത്തിന് ഓർത്ത് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി സൺക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പണ്ടത്തെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്നൊന്നും അധികം അറിയില്ലല്ലോ. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ മടഞ്ഞിട്ടിട്ടാണ് മുടി കെട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ അതെങ്ങനെയാ കെട്ടണ്ടേ ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ വിചാരിച്ചു. അപ്പം ഇത്രയും ഞാൻ ഒരു മേക്കപ്പ് എന്നുള്ള പറയുന്ന സംഭവം കഴിഞ്ഞു. പണ്ടത്തെയൊക്കെ ഭയങ്കര നാച്ചുറൽ ലുക്കല്ലേ, അപ്പം അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ജസ്റ്റ് എൻ്റെ പുരികം ഒന്ന് ഡാർക്കനാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പുരികം മാത്രം ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ഇത് കണ്ണാടി പോലും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ തന്നെ നോക്കി ചെയ്യുന്നത്. എനിക്ക് എത്ര മേക്കപ്പ് ഇല്ലെങ്കിലും പിരികം നല്ല ഡിഫൈൻ ആയിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പിരികം വരാമെന്ന് വിചാരിച്ചത്. പണ്ടത്തെ അല്ലാത്ത പിരികം പോലും അവരൊന്നും ചെയ്യില്ലല്ലോ. എന്നാലും ഒരു ലുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുരികം ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഹിമാലയ കാജൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് കണ്ണെഴുതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. താഴെ മാത്രമേ എഴുതുന്നുള്ളൂ. ഭയങ്കര വാലിട്ട് കണ്ണെഴുതുന്ന സംഭവം ചെയ്യുന്നില്ല. താഴെ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം നമുക്ക്. മേലെയും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഞാൻ. ഇതങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ മാത്രമൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഒരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിപ് ബാം വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഞാൻ കവളിൽ ചെറിയൊരു ടിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒഴുകി പോവും സംഭവം. ഇത് ചുമ്മാ ഞാൻ ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. കുറേ ആൾക്കാർ ഇതിപ്പോൾ ട്രെൻഡായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ, അമ്മമാരുടെ സാരി എടുത്തിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ അമ്മേൻ്റെ സാരി കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ. ഇത് എൻ്റെ നിവ്യയുടെ എലഗൻറ്റ് ഷൈൻ എന്ന് പറയുന്ന ലിപ് ബാമാണ്. ഞാൻ നോർമലി ലെബല്ലോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇവിടെ ലെബല്ലോ നമുക്ക് കിട്ടാനില്ല, അത് പുറത്തത്തെ സംഭവമാണല്ലോ. അതുകൊണ്ട് ഞാൻ ലിപ് ബാം മാറ്റി ഉപയോഗിക്കുമ്പം കൺഫ്യൂഷനായിരുന്നു ഇത് വാങ്ങിക്കുന്നു. കാരണം ലെബല്ലോൻ്റെ ഭയങ്കര നല്ലൊരു സംഭവമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മേക്കപ്പ് എന്ന് പറയാൻ ഞാൻ ഇതാ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം എനിക്ക് മുടി കെട്ടണം നോർമലായിട്ട്. പിന്നീട്ടിട്ടാണ് നമ്മൾ കെട്ടിയെന്ന് പറഞ്ഞു, അപ്പോൾ അതുപോലെ കെട്ടണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് മുടിയും കൂടെ കെട്ടിയിട്ട് സാരി ഉടുക്കണോ, സാരി ഉടുത്തിട്ട് മുടി കെട്ടണോ എന്നറിയില്ല. എനിവേസ് സാരി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു അമ്മയുടെ സാരി വരുന്നത്. 40 years, 40 വർഷം മുന്നേ ഉള്ള സാരിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലൗസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് ബ്ലൗസ് വെച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് സാരി ഉടുത്ത് വന്നിട്ട് നമുക്ക് മുടി കെട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് സാരി ഇട്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ സാരി ഉടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ 40 വർഷം പഴയ സാരി. പക്ഷെ ഇതിന് കണ്ടാൽ 40 കൊല്ലമായി എന്നൊന്നും തോന്നില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഉടുത്തുന്നേ ഉള്ളൂ. കുറച്ചൊരു മോഡേൺ ബ്ലൗസ് ആണ്. ബട്ട് അമ്മ ഇങ്ങനെയൊക്കെയാണ് ഉടുത്തതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു പോലും ഉടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉടുത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് മുടി കെട്ടണം. മുടി പിന്നിട്ടാ കെട്ടിയെന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് എങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാം. ഞാൻ എൻ്റെ ചീപ്പ് എടുക്കാൻ മറന്നു, ചീർപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് മേലോട്ട് എടുത്തിട്ട് ഒന്ന് ഹെയർ പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ളി എന്താ പറയുക, മടഞ്ഞ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ഹെയർ പിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മേലെ കോമഡിയാണിത്. ഞാൻ എന്തായാലും ഇതിൻ്റെ റിയാക്ഷൻ എനിക്ക് കാണണം. അമ്മേൻ്റെ ഉണ്ട് ഞാൻ കൊടുത്തിട്ടില്ലേ. അപ്പം അത് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. പൂവ് അമ്മ വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പൂവ് വാങ്ങി കുളമാക്കാഞ്ഞ് അത് ആ ഒരു ലുക്കിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും അവിടെയൊക്കെ പൊട്ടി കിടക്കുന്നു. ഇനി നമുക്ക് ഫുള്ളായിട്ട് പിന്നിട്ട് കൊടുക്കാം മുടി. പിന്നീടാൻ മാത്രമൊന്നും ഇല്ല ഇപ്പം എൻ്റെ മുടി. അതാണ് ഒരു കോമഡി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പിന്നെ ഇങ്ങനെ കെട്ടിയിട്ടല്ല ഒരുപാട് കാലമായി. ആക്ച്വലി സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്ന 2 സൈഡിലൊക്കെ പിന്നിയിട്ടിട്ട്. അപ്പോൾ കുറേ കൊല്ലമായി ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട്. പിന്നീടാൻ മാത്രം ഇല്ല ഇപ്പം എൻ്റെ മുടി. അതാണ് മെയിൻ പ്രശ്നം. ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ് എല്ലാം തീർന്നു. പിന്നെ നമ്മൾ മുറിക്കുന്നുമുണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് എല്ലാം നല്ല
4 സൈഡിലുള്ളതെല്ലാം. കുഴപ്പമില്ല, മുടിയല്ലേ, വരും പോകും. ഞാനൊരു ഹെയർ ടൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഷുട്ടുപ്പിക്ക് പാടിക്കൊടുത്ത് ഈ പാട്ട് മാത്രം വായിൽ വരുന്നുള്ളൂ ഇപ്പോൾ. പണ്ടത്തെ അമ്മാസ് കോലം. ഓക്കേ, ഞാൻ മുറിച്ചോണ്ടാട്ടോ മുടി ഇങ്ങനെ ഇരിക്കുന്ന, എല്ലാ സൈഡിൽ നിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, എന്തായാലും പൂരുമല്ലോ. ഇനി നമുക്ക് എന്തായാലും ഒരു പൊട്ടും കൂടെ വെച്ചു കൊടുക്കാം. ഞാൻ പണ്ടത്തെ ആ ഒരു നീളം പൊട്ടുണ്ടല്ലോ, അത് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു പൊട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഭയങ്കര സംഭവമുള്ള വീഡിയോ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊരു ഓർമ്മയല്ലേ, അപ്പം അങ്ങനെ ചെയ്താണ്. ലുക്ക് അറ്റ് മൈ കാർക്കൂന്തൽ. അപ്പം എന്തായാലും ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ അമ്മ ഇത് കാണുമ്പോഴുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കണം എന്തായാലും. അപ്പോൾ എന്തായാലും ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ. ഒരു സാധനം ഞാൻ മറന്നുപോയി, നമുക്ക് സിന്ദൂരം വെക്കാം. എൻ്റെ അടുത്ത് സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഐ ആം ഡൺ. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാനൊരു സന്തോഷത്തിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ, അതുകൊണ്ട് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് നമുക്കൊരു വലിയ ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അമ്മയുടെ റിയാക്ഷൻ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. ചേച്ചി എടുത്തോ? ഹലോ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയൊരടിച്ചു നോക്കിയത്. ഓ, അമ്മേന്റെ കല്യാണ സാധ്യത ഓട്ടിക്കൊണ്ടുവന്നേ അത് വരുമൊന്നുമില്ല. നമുക്ക് പോവാം.